ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റോർഷൻ സിഗ്നലിൻ്റെ ഡിഗ്രഡേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോർഷൻ ഞാൻ വിട്ടുപോയത് ഞാൻ വീഡിയോ ചെയ്തിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോർഷനാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സിഗ്നൽ ഡിഗ്രഡേഷനെ കുറിച്ച് കംപ്ലീറ്റ് ഇപ്പം ഞാൻ PPT എഴുതിയതിനേക്കാളിലും ഗീസർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ അതിലും PPTനേക്കാളും കുറച്ചുകൂടി കണ്ടൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വേറൊരു PPT ആക്കാവോ നോക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരാം ഏതാണെന്ന്, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. അതിനു മുമ്പേ ഇപ്പോൾ ഞാൻ ഈ വിട്ടുപോയ പോർഷൻ ഞാൻ ചെയ്യാം. ഓക്കെ, അതായത് വിട്ടുപോയ പോർഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി VC, MS എന്ന് വെച്ചാൽ മോഡ് വോളിയം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാംഡ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത് ആണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട്, വി നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, ഇത് ഫ്രീക്വൻസി അല്ല. ഡിറ്റർമിൻസ് ഹൗ മെനി മോഡ്സ് എ ഫൈബർ ക്യാൻ സപ്പോർട്ട്, അല്ലേ? അതായത് ഒരു സിംഗിൾ മോഡാണോ മൾട്ടി മോഡാണോ, അപ്പം മൾട്ടി മോഡ് ആണെങ്കിൽ എത്ര മോഡ്സ്, അപ്പം അതിനെ ഡിസൈഡ് ചെയ്തത് എന്താണ്? ഈ നോർമലൈസ്ഡ് ഫ്രീക്വൻസിയാണ് ഡിസൈഡ് ചെയ്തത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V വെച്ചിട്ടാണ്. അപ്പം നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കും, നോർമലൈസ്ഡ് ഫ്രീക്വൻസി വെച്ച് നമ്പർ ഓഫ് മോഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? V² ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര മോഡ്സ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ V ആൻഡ് ഇൻക്രീസസ് ആസ് V ഇൻക്രീസസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, V ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? M എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി വരുന്നത് നോർമലൈസ്ഡ് ഫ്രീക്വൻസി ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദ ഫൈബേഴ്സ് കട്ട് ഓഫ് വേവ് ലെങ്ത്. അതായത് ഈ നോർമലൈസ്ഡ് ഫ്രീക്വൻസി ശ്രദ്ധിക്കുക, ഇറ്റ്സ് നോട്ട് ഫ്രീക്വൻസി, ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റുള്ള ഫ്രീക്വൻസി അല്ല ഇത്, ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ആ ഫ്രീക്വൻസി നോർമലൈസ്ഡ് ഫ്രീക്വൻസി is also related to lambda, operating wavelength ആയിട്ടും റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് V is equal to 2 pi by lambda into A into root of n1 square minus n2 square, that is equal to 2 pi by lambda into A into n1 into 2 delta, അതായത് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്നുള്ളതിന് നമ്മൾ മുമ്പ് ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, n1 2 ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? വേറെ n1 is the core index of refraction, n2 is the cladding index of refraction, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്, and A is the core diameter and lambda is the operating wavelength. ഇനി V is equal to U square plus V square. U square plus W square, where U is the propagation parameter and W is the cladding parameter. U and V is given by അതായത് നമുക്ക് വേറെ ഇക്വേഷൻ നമ്മൾ പറയാണ് V is equal to square root of U square plus W square എന്ന്. ഇനി U is equal to A into square root of n1 square K square minus beta square, W is equal to A into beta square minus n2 square into K square, where A is the core radius and n1 is the refractive index of core, n2 is the Ri of cladding and beta is the propagation constant. നമ്മൾ ബീറ്റനെ പറയുന്നത് propagation constant എന്ന് പറയും. ആൻഡ് K is equal to 2 pi by lambda, അത് നമുക്കറിയാവുന്ന കാര്യം, K is equal to 2 pi by lambda. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? V square equal to U square plus W square, ആ സ്ക്വയർ റൂട്ട് മാറ്റി രണ്ട് സൈഡിലും നമ്മൾ ഇക്വേഷൻ നമ്പർ 1ന് രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? V square equal to U square plus W square എന്ന് കിട്ടും. ഇനി യുവിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു A square into n1 square K square minus beta square plus A square into beta square minus n2 square into K square, that is equal to A square n1 square K square minus A square beta square. അതായത് നമ്മൾ ഇവിടെ U സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ഭാഗം, ഇനി W സ്ക്വയറിൻ്റെ വാല്യൂ ആണിത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ A square n1 square K square minus A square beta square plus A square beta square minus A square n2 square K square. സോ A square beta square എന്ന് പറഞ്ഞ വാല്യൂ പ്ലസ് മൈനസ് ഉണ്ട്, സോ that will get cancelled and the remaining values are A square n1 square K square minus A square n2 square K square. From both these quantities we can take A square outside, so what left is
a square k square outside. So what is left is a square k square into n1 minus n1 square minus n2 square. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. എന്തിനാണ്? വി സ്ക്വയർ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. സോ ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് റൂട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും റൂട്ട് എടുക്കുന്ന സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? റൂട്ട് ഓഫ് വി സ്ക്വയർ മീൻസ് ദാറ്റ് ഇസ് വി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കെ സ്ക്വയർ, ദാറ്റ് വിൽ ബിക്കം എ ഇൻറ്റു കെ. ദിസ് വിൽ ബിക്കം square root of n1 square minus n2 square, and but na is equal to n1 square minus n2 square. അതായത് ഈ n1 square minus n2 square എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, n1 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി n1 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഡെൽറ്റ എന്താണ്? ദാറ്റ് ഈസ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. സോ ന്യൂമറിക്കൽ അപ്പേർച്ചറിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ v is equal to ak ഇൻറ്റു ന്യൂമറിക്കൽ അപ്പേർച്ചർ. That means k is here 2 pi by lambda, that is the same equation. എന്താണ്? v is equal to ak into numerical aperture എന്ന് പറഞ്ഞ വാല്യൂ. നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ v എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്ന് പറയും. നമ്മൾ അതിനെ v നമ്പർ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്ന് പറയും. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇനി വരുന്നത് ഈ ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, ഇതാണ് നമ്മൾ വിട്ടുപോയത്. ഹെഡിങ് എഴുതിയില്ല. ഇറ്റ്സ് മോഡ് തിയറി. ഇനി മോഡ് തിയറി എന്നൊരു പറഞ്ഞൊരു പോർഷനാണ് വിട്ടുപോയത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോഡ് തിയറി ഇൻ ഫൈബറിൻ്റെ മോഡ് തിയറി എന്നാണ് ഉള്ളത്. വേവ് ഗൈഡിൻ്റെ എന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫൈബറിൻ്റെ മോഡ് തിയറി എന്നാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈബർ ആസ് എ ഡൈഇലക്ട്രിക് വേവ് ഗൈഡ്. ആ ഫൈബറിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഡൈഇലക്ട്രിക് വേവ് ഗൈഡാണ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ മോഡ് തിയറി എന്ന് പറയുന്നത്. സോ മോഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? എ സെറ്റ് ഓഫ് ഗൈഡഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡ് തിയറി എന്ന് പറയുന്നത്. മോഡ് എന്ന് പറയുന്നത് ഈസ് കോൾഡ് മോഡ്സ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ അതാണ് ഈ സിംഗിൾ മോഡ്, മൾട്ടി മോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരു സെറ്റ് ഓഫ് ഗൈഡഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ അത് ഒരു സെറ്റേ ഉള്ളൂ എങ്കിൽ, ലൈക്ക് ഒന്നേ ഉള്ളൂ എങ്കിൽ സിംഗിൾ മോഡ്, അല്ല മൾട്ടിപ്പിൾ ആണെങ്കിൽ മൾട്ടിപ്പിൾ മോഡ് എന്ന് പറയും. ദ മോഡ് തിയറി അലോങ് വിത്ത് ദ റേ തിയറി ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് അലോങ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് മോഡ് തിയറി, ഒന്ന് റേ തിയറി. അപ്പോൾ റേ തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് റേ തിയറി എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ വീണ്ടും പറയണ്ട എന്ന് വിശ്വസിക്കുന്നു, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. റേ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റിൻ്റെ, അതായത് ലൈറ്റ് വരുന്ന ഇൻകമിങ് ഇൻഫർമേഷൻ ഒരു സിംഗിൾ റേ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് എ മോഡ് വി ആർ കൺസിഡറിങ് ദ ഇൻഫർമേഷൻ ആസ് എ സിംഗിൾ റേ. അപ്പോൾ സിംഗിൾ റേ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്നത്തെ എന്തൊക്കെ പറഞ്ഞു? ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ എന്ത് പറഞ്ഞു? അക്സെപ്റ്റൻസ് കോൺ പറഞ്ഞു. അക്സെപ്റ്റൻസ് കോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് രണ്ട് സൈഡിലൂടെ എടുക്കുമ്പോൾ ആ ഒരു കോണാണ് അക്സെപ്റ്റൻസ് കോൺ വരുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്പേർച്ചർ പറഞ്ഞു, ന്യൂമറിക്കൽ അപ്പേർച്ചർ പറഞ്ഞു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത്? റേ തിയറിയിൽ വരിക. ഓക്കെ, അതായത് ഒരു റേ എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതാണ് മോഡ് തിയറി. ഓക്കെ, so mode theory uses electromagnetic wave behavior to describe the propagation of light along the fiber. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രോപ്പഗേഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് മെത്തേഡാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ബിഹേവിയർ ആണ് യൂസ് ചെയ്യുന്നത്. എ സെറ്റ് ഓഫ് ഗൈഡഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് കോൾഡ് ദ മോഡ്സ് ഓഫ് എ ഫൈബർ. അപ്പോൾ നേരത്തെ പറഞ്ഞാണ്. ഇനി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ബൈ എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. So where c is the speed of the light in vacuum, f is the frequency of the light, and n is the index of refraction of the plane wave medium. Okay, plane wave medium. Figure sorry, figure ഞാൻ ആഡ് ചെയ്തില്ല. ഓക്കെ, ഫിഗർ ഇതാ ആഡ് ചെയ്തിട്ടുണ്ട്. പറയാം. പ്ലെയിൻ വേവ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ആൻഡ് വേവ് ഫ്രണ്ട്സ് ഓഫ് എ പ്ലെയിൻ വേവ് പ്രോപ്പഗേഷൻ. അപ്പം രണ്ട് ടൈപ്സ് ഓഫ് ഇതാണുള്ളത്. അത് വേവ് പ്രോപ്പഗേഷൻ എന്നുള്ളത് ഒന്ന് പ്ലെയിൻ വേവ് പ്രോപ്പഗേഷനും ഒന്ന് ട്രാൻസ്വേഴ്സ് പ്രോപ്പഗേഷനും. ട്രാൻസ്വേഴ്സിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക്കും ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക്കും. അതാണ് TE TM എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന പ്ലെയിൻ വേവ് ആണ്. പ്ലെയിൻ വേവ്സ് ഓർ വേവ് ഫ്രണ്ട്സ് പ്രോപ്പഗേറ്റ് അലോങ് ദ ഫൈബർ സിമിലർ ടു ലൈറ്റ് റേസ്. ലൈറ്റ് റേസിന് സിമിലർ ആയിട്ടാണ് പാസ് ചെയ്യുക. ഹവർ നോട്ട് ഓൾ വേവ് ഫ്രണ്ട്സ് incident on the fiber at angles less than or equal to the critical angle of light acceptance propagate along the fiber. അപ്പോൾ നമ്മൾ ലൈറ്റ് റേയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിട്ടിക്കൽ ആംഗിളിൽ ബിലോ ആയിട്ട് ഏത് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്താലും considering the index of the medium and core, it will get propagated. It will undergo total internal reflection. പക്ഷേ ഇവിടെ പറയാവുന്ന അങ്ങനെ എല്ലാ വേവ്സും എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. പ്ലെയിൻ വേവ്സ് ലൈറ്റ് റേക്ക് സിമിലർ ആണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് നോട്ട് ഓൾ വേവ്സ് ഗെറ്റ് പ്രൊപ്പഗേറ്റഡ്.
നോട്ട് ഓൾ റേസ് ഗെറ്റ് പ്രോപ്പഗേറ്റഡ്. പിന്നെ പറയുന്നത് പ്ലെയിൻ വേവ്സ്. ഓക്കെ, ഞാൻ വീണ്ടും അറിയാണ്ട് എഴുതിപ്പോയതാണ്. ഓക്കെ, അല്ലല്ല. ലൈറ്റ് വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ പ്ലെയിൻ വേവ്. പ്ലെയിൻ വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഡയറക്ഷൻ, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് പ്രോപ്പഗേഷൻ. അപ്പോൾ പ്ലെയിൻ വേവിൽ എന്തൊക്കെയാണെന്നുള്ളത്? അതിൻ്റെ ഡയറക്ഷൻ, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത് ഓഫ് പ്രോപ്പഗേഷൻ, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ വേവ് ഹൂസ് സർഫസ് ഈസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ് ആർ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലെയിൻസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ. എന്താണ് അതിൻ്റെ സർഫസ്? അതായത് നമ്മൾ ഈ ഒരു വേവ് എടുക്കുകയാണെങ്കിൽ ഇതാണ് വേവ് ഫ്രണ്ട്സിൻ്റെ സർഫസ്. അത് എന്തിന് നോർമലാണ്? ലൈറ്റിൻ്റെ പ്രോപ്പഗേഷന് നോർമൽ, അതായത് ആ ഡയറക്ഷന് നോർമൽ ആയിട്ടായിരിക്കും എപ്പോഴും ആ സർഫസ് ഉണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ വേവിൻ്റെ വേവ് ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു c/fn. ഇതാണ് ഒരു പ്ലെയിൻ വേവിന് എക്സാമ്പിള്. വേവ് ഫ്രണ്ട്സ് എന്നാണ് മേളിലുള്ളത്. പിന്നെ ലൈറ്റ് സോഴ്സ്, ഡയറക്ഷൻ. ഓക്കെ, ഇനി വേവ് ഫ്രണ്ട്സ് ആർ required to remain in phase for light to be transmitted along the fiber. അപ്പോൾ ഈ വേവ് ഫ്രണ്ട്സ് എന്തായിരിക്കണം? ഇൻ ഫേസ് ആയിരിക്കണം, which means it should start from the similar points. Only those wave fronts incident on the fiber at angles less than or equal to the critical angle may propagate. Okay, may propagate എന്നാണ് പറയുന്നത്, will propagate എന്നല്ല, may propagate, കാരണം എല്ലാം പാസ് ചെയ്യുന്നില്ല. The wave fronts undergoes a gradual phase change as it travels down the fiber. Phase change also occur when the wavefront is reflected. അപ്പോൾ phase change ഉണ്ടാവും എപ്പോഴാണ്? പാസ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവൽ ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ സംഭവിക്കുന്ന സമയത്തും ഉണ്ടാവും. The wavefront must remain in phase after the wavefront transverses or the fiber twice and is reflected twice. അപ്പോൾ വേവ് ഫ്രണ്ട്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്ന സമയത്തൊക്കെ എന്തായിരിക്കണം? ഇൻ ഫേസ് ആയിരിക്കണം. അതായത് റിഫ്ലക്ഷൻ സംഭവിക്കുന്ന സമയത്ത് പാർട്ട് ഓഫ് ദ വേവ്സ് മുന്നിലേക്ക് പോയി, പാർട്ട് ഓഫ് ദ വേവ്സ് കുറച്ച് കഴിഞ്ഞിട്ട് പോയി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ഫേസ്. If propagating wavefronts are not in phase, they eventually disappear. അപ്പോൾ ഈ propagating wavelength wavefronts in phase അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? They eventually disappear. അപ്പോൾ അതായത് എന്ത് സംഭവിക്കും? അതായത് ക്ലാഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും, അങ്ങനെ അത് ഡിസപ്പിയർ ചെയ്ത് പോകും. The wavefronts that are in phase interfere with the wavefronts that are out of phase. അപ്പോൾ എങ്ങനെയാണ് പോവുക? ഇൻ ഫേസ് അല്ലാത്തപ്പോൾ എങ്ങനെയാണ് ഡിസപ്പിയർ ആവുക? സം ഓഫ് ദ വേവ്സ് ആർ ഇൻ ഫേസ് ആൻഡ് സം അതേഴ്സ് ആർ ഔട്ട് ഓഫ് ഫേസ്. സോ ദാറ്റ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വേവ്സ്, അതായത് ഇൻ ഫേസ് ഉള്ള വേവ്സ് എന്ത് ചെയ്യും? ഈ ഔട്ട് ഓഫ് ഫേസ് ഉള്ള വേവ്സുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ എന്താ പറയുക, രണ്ടും കൂടി ക്ലാഷ് ആയിട്ട് നമ്മുടെ ഡാറ്റ സിഗ്നൽസ് കംപ്ലീറ്റ് ആയിട്ട് പോകും. ദ ഇൻ്റർഫിയറൻസ് ഈസ് ദ റീസൺ വൈ ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് മോഡ്സ് ക്യാൻ പ്രോപ്പഗേറ്റ് അലോങ് ദ ഫൈബർ. ആൻഡ് ഡ്യൂ ടു ദിസ് റീസൺ ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് മോഡ്സ് ക്യാൻ ബി പ്രോപ്പഗേറ്റ്. അതായത് ഈ മൾട്ടി മോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡ്സ് ഒന്നുമില്ല, ദർ ബി എ ലിമിറ്റ്. ഒരു ഫൈനൈറ്റ് നമ്പർ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ദ പ്ലെയിൻ വേവ് repeat as they travel along the fiber axis. The plane waves repeat at a distance equal to lambda. അതായത് ഒരു ലാംഡ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിട്ട് എത്തുന്ന സമയത്ത് ഈ പ്ലെയിൻ വേവ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും, അതായത് പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് at a periodic frequency is defined as the propagation constant. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. at a particular difference it will be repeated. Okay, as the wavelength changes the value of propagation constant must also change. അപ്പോൾ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ്സിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്ര ഡിസ്റ്റൻസിൽ നമുക്കിത് റിപ്പീറ്റ് ചെയ്യണോ അതും ചേഞ്ച് ചെയ്യും. So for a given mode, a change in wavelength can prevent the mode from propagating along the fiber. The mode is no longer bound to the fiber. അപ്പോൾ ഒരു ഗിവൺ മോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ആ വേവിന് അതിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ് വരിക. അതായത് വേവ് ലെങ്തിന് ചേഞ്ച് സംഭവിച്ചു, ഫ്രീക്വൻസിക്ക് അതിനനുസരിച്ച് ചേഞ്ച് സംഭവിച്ചില്ല എങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ അത് ഡിസപ്പിയർ ആയി പോകും. ദ മോഡ് ഈസ് സെറ്റ് ടു ബി കട്ട് ഓഫ്. അപ്പോൾ ആ മോഡിന് കട്ട് ഓഫ് ചെയ്യുക എന്നാണ്, മോഡ് കട്ട് ഓഫിലേക്ക് പോവുക എന്നാണ് അതിന് പറയുക. മോഡ്സ് ദാറ്റ് ആർ ബൗണ്ട് അറ്റ് വൺ വേവ് ലെങ്ത് മേ നോട്ട് എക്സിസ്റ്റ് അറ്റ് ലോങ്ങർ വേവ് ലെങ്ത്. അപ്പം ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള മോഡ്സ് ചിലപ്പം അതിൻ്റെ വേവ് ലെങ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രീക്വൻസി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഇന്ന ഫ്രീക്വൻസിയിൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് അതൊരു പെർട്ടിക്കുലർ വേവ് ലെങ്തിന് മാത്രമേ പറ്റൂ. വേറൊരു വേവ് ലെങ്ത് എടുക്കണമെങ്കിൽ ആ ഫ്രീക്വൻസി കൂടെ ചേഞ്ച് ചെയ്യണം. The wavelength at which a mode ceases to be bound is called cutoff wavelength for that mode. However, an optical fiber is always able to propagate at least one mode. അപ്പോൾ
ഏത് മോഡിലാണോ അത് കട്ട് ഓഫ് ആയി പോകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ദിസ് മോഡ് ഈസ് റെഫേർഡ് ടു ആസ് ദ ഫണ്ടമെന്റൽ മോഡ് ഓഫ് ദ ഫൈബർ. അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ മോഡ് വിൽ ഓൾവേസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ അതായത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു പ്രത്യേകതയാണിത്. സോ ദാറ്റ് മോഡ് ഈസ് കോൾഡ് ആസ് ദ ഫണ്ടമെന്റൽ മോഡ് ഓഫ് ദ ഫൈബർ. An optical fiber that operates above the cutoff wavelength is called single mode fiber and below is called multi-mode fiber. Okay. Cutoff wavelength മുകളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ സിംഗിൾ മോഡ് ഫൈബർ എന്നും ബിലോ ആണെങ്കിൽ നമ്മൾ അതിനെ മൾട്ടി മോഡ് ഫൈബർ എന്നും പറയും. ഇൻ ഫൈബർ ദ പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ പ്ലെയിൻ വേവ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വേവ് ലെങ്ത് ആൻഡ് മോഡ്. അപ്പം പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേവ് ലെങ്തിനെയും അതുപോലെ തന്നെ മോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർ ഡിഫറെൻറ്റ് വേവ് ഈസ് കോൾഡ് ഡിസ്പെർഷൻ. ഓക്കെ, പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവുന്ന ചേഞ്ച് അതിനെയാണ് നമ്മൾ ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ദ ചേഞ്ച് ഇൻ ദ പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഈസ് കോൾഡ് ക്രൊമാറ്റിക് ഡിസ്പെർഷൻ. അപ്പോൾ അത് ഡിസ്പെർഷനെ കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. എന്തെങ്കിലും രണ്ട് തരത്തിലുള്ള ഡിസ്പെർഷൻ, ഒന്ന് ക്രൊമാറ്റിക് ഡിസ്പെർഷനും മോഡൽ ഡിസ്പെർഷനും. അപ്പോൾ പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്തിൽ ഉണ്ടാകുന്ന പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റിലെ ചേഞ്ച് ആണ് ക്രൊമാറ്റിക് ഡിസ്പെർഷൻ. ചേഞ്ച് ഇൻ പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫോർ ഡിഫറെൻറ്റ് മോഡിനെയാണ് നമ്മൾ മോഡൽ ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ദീസ് ഡിസ്പെർഷൻ കോസസ് ദ ലൈറ്റ് പൾസ് ടു സ്പ്രെഡ് ആസ് ഇറ്റ് ഗോസ് ഡൗൺ ദ ഫൈബർ. ഓക്കെ, ആ ഡിസ്പെർഷൻ എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് TN TM. ഓക്കെ, അപ്പോൾ TN TM പറഞ്ഞായിരുന്നു. ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡ്, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡ്. സോ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡിൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ. ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണുള്ളത്, ഇലക്ട്രിക് മോഡാണുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ഡയറക്ഷനാണ്, ഇൻ ദ ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ വേവ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സോ ഇൻ TE ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് parallel to the direction of propagation, and in TM it is the reverse. That means magnetic field is perpendicular to the direction of propagation and electric field is parallel to the direction of propagation. The order of each mode is indicated by the number of field maxima within the core of the fiber. അപ്പോൾ ഓരോ മോഡിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഫീൽഡ് മാക്സിമ അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ TE0 എന്ന് പറഞ്ഞാൽ അതിന് 1 ഫീൽഡ് മാക്സിമ എന്നാണ് പറയുക. അതായത് ഫീൽഡ് മാക്സിമ എന്നൊരു ക്വാണ്ടിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് മാക്സിമ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വേവ് ഗൈഡ് ആൻഡ് ഡീക്രീസ് ടുവേർഡ്സ് ദ കോർ ക്ലാഡിംഗ് ബൗണ്ടറി. അപ്പോൾ എങ്ങനെയാണ് ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോറിൻ്റെ സെൻറ്ററിലായിരിക്കും എന്ത്, ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം. രണ്ട് സൈഡിലേക്കും അതെന്തായിരിക്കും, ഡീക്കേ ചെയ്ത് പോകും. TE0 ഈസ് കൺസിഡേർഡ് the fundamental mode or the lowest order standing mode. അപ്പോൾ TE0 ആണ് എന്ത്, ഫണ്ടമെന്റൽ മോഡ് എന്ന് പറയുന്നത്. As the number of field maxima increases, the order of the mode is higher. Generally, modes with more than a few field maxima are referred to as higher order modes. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് മോഡ് ഉണ്ട്, ലോവർ ഓർഡറും ഹയർ ഓർഡറും. ഈ ലോവർ ഓർഡറിൽ വരുന്ന ലോവസ്റ്റ് ഓർഡറിൽ വരുന്നതാണ് TE0 എന്ന് പറയുന്നത്. അതായത് ഇൻ ഫ്യൂ മോർ ദാൻ ഫ്യൂ ഫീൽഡ് മാക്സിമം ആണെങ്കിൽ, അതായത് 5 to 10 റേഞ്ച് വരുന്ന TE5 TE10 അതിന് ഇടയിലുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, ഹയർ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഫിഗർ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ കണ്ടോ TE0 എന്ന് വെച്ചാൽ എന്താണ്, ഒരു സിംഗിൾ ഇതേ ഉള്ളൂ, ഫീൽഡ് മാക്സിമ മാത്രമേ ഉള്ളൂ. TE1 വന്നപ്പോൾ എന്ത് വന്നു, രണ്ട് ഫീൽഡ് മാക്സിമം. എന്താ ഈ ഫീൽഡ് മാക്സിമ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ, അതായത് ഒരു സിംഗിൾ പീക്ക്, ഇതിന് 2 പീക്ക് വന്നു, ഇനി 3 പീക്ക്, ഇതിന് 4 പീക്ക്. ഓക്കെ, ഇനി അതേപോലെ ഇതാണ് ലോ ഓർഡർ ഹയർ ഓർഡർ എന്ന് പറയുന്നത് വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ഹയർ ഓർഡർ മോഡ്സ്. ഇതാണ് ഹയർ ഓർഡർ മോഡ്സ്. ഇതാണ് ലോ ഓർഡർ മോഡ്സ് എന്ന് പറയുന്നത്. സിംഗിൾ ഇത് മാത്രമേ ഉള്ളൂ, സിംഗിൾ മാക്സിമം മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ലോ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the order of the mode is also determined by the angle the wavefront makes with the axis of the fiber. അപ്പോൾ ഈ ഓർഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ. അതായത് വേവ് ഫ്രണ്ട് ഏത് ആംഗിളാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഫിഗർ ഇല്ലുസ്ട്രേറ്റ് ദ ലൈറ്റ് റേസ് ആസ് ദ ട്രാവൽ. ഫിഗറിന് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം.
ദീസ് ലൈറ്റ് റേസ് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ലൈറ്റ് റേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? വേവ് ഫ്രണ്ട് ഡയറക്ഷൻ. അതായത് നമ്മൾ ഒരു ട്രാവൽ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡയറക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹയർ ഓർഡർ മോഡ്സ് ക്രോസ് ദ ആക്സിസ് ഓഫ് ദ ഫൈബർ അറ്റ് സ്റ്റീപ്പർ ആംഗിൾസ്. അപ്പം ഹയർ ഓർഡർ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഹയർ ഓർഡർ ആകുമ്പോൾ എന്താ പറയുന്നത്, ഈ പീക്സ് ഇവിടെ വൈഡ് ആയിട്ടായിരുന്നു ഈ പീക്ക് വരുന്നത്, പക്ഷെ ഇവിടെ ആകുമ്പോൾ അത് സ്റ്റീപ്പായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ ഇതാകുമ്പോൾ നോക്കിയത് കൂടുതൽ സ്റ്റീപ്പായി പോകും. അതാണ് പറയുന്നത്. ദ മോഡ്സ് എക്സ്റ്റെൻഡ് പാർഷ്യലി ഇൻ ടു ദ ക്ലാഡിംഗ് മെറ്റീരിയൽ. ലോ ഓർഡർ മോഡ്സ് പെനിട്രേറ്റ് ദ ക്ലാഡിംഗ് ഓൺലി സ്ലൈറ്റ്ലി. അപ്പോൾ ലോ ഓർഡർ മോഡ്സ് ആണെങ്കിൽ ക്ലാഡിങ്ങിലേക്ക് വളരെ ചെറുതായിട്ടേ കയറത്തുള്ളൂ, പക്ഷേ ഹയർ ഓർഡർ മോഡ്സ് കൂടുതൽ കയറും. In low order modes, electric and magnetic fields are concentrated near the center of the fiber. അപ്പോൾ low order modes-ന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. In higher order modes, the electric and magnetic fields are distributed more towards the outer edges of the fiber. അപ്പോൾ ഇവിടെ വരുന്നത്, അതായത് ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ക്ലാഡിങ്ങിലേക്ക് കയറുന്നുള്ളൂ. ഇവിടെ കണ്ടോ കൂടുതൽ പോർഷൻ എങ്ങോട്ടേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെൻറ്ററിലാണ് മാക്സിമം ഉള്ളത്. പക്ഷേ ഈ ഹയർ ഓർഡേഴ്സ് കൂടുതൽ, ഇതിപ്പോൾ കുറവേ ഉള്ളൂ, T3 ഉള്ളൂ. 5, 6, 7 ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ വരും അല്ലേ. അപ്പോൾ അതിന് എങ്ങനെയാണ് ത്രൂ ഔട്ട് ദ കോർ ആൻഡ് ക്ലാഡിങ് എന്താണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ത്രൂ ഔട്ട് ദ ഫൈബർ, കോർ ക്ലാഡിങ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഫൈബറിലാകെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. This penetration of low order and high order modes into the cladding region indicates that some portion is refracted out of the core. The refracted modes may become trapped in the cladding due to the dimension of the cladding region. അപ്പോൾ ഈ ക്ലാഡിങ്ങിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ റേ തിയറിയിലും പറഞ്ഞിട്ടുണ്ട്. ക്ലാഡിങ്ങിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ലോസ് ഓഫ് ദ സിഗ്നൽ. അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന സംഭവമല്ല. The modes trapped in the cladding region are called cladding modes. ക്ലാഡിംഗ് മോഡ്സിലുള്ള മോഡ്സിനെയാണ് അവിടെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന മോഡ്സിനെയാണ് നമ്മൾ ക്ലാഡിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ആസ് ദ കോർ ആൻഡ് ക്ലാഡിംഗ് മോഡ്സ് ട്രാവൽ അലോങ് ദ ഫൈബർ, മോഡ് കപ്ലിംഗ് ഓക്കേഴ്സ്. മോഡ് കപ്ലിംഗ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് പവർ ബിറ്റ്വീൻ ടു മോഡ്സ്. അപ്പോൾ ഒരുപാട് മോഡ്സ് ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മോഡ്സ് തമ്മിൽ പവർ എക്സ്ചേഞ്ച് ചെയ്യും. മോഡ്സ് കപ്ലിംഗ് ഇൻ ടു ദ ക്ലാഡിംഗ് റിസൾട്ട്സ് ഇൻ ദ ലോസ് ഓഫ് പവർ ഫ്രം ദ കോർ മോഡ്സ്. അപ്പം മോഡ് കപ്ലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മോഡ് കപ്ലിംഗ് ടു ദ ക്ലാഡിങ്ങിലേക്ക് മോഡ് കപ്ലിംഗ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? സിഗ്നലിൻ്റെ പവർ ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഫസ്റ്റ് പോർഷൻ പറഞ്ഞത് ഒരു ചെറിയ വി നമ്പറിനെ കുറിച്ച്, അതിൻ്റെ ചെറിയൊരു ഡെറിവേഷനുമായിരുന്നു പറഞ്ഞത്. നോർമലൈസ്ഡ് ഫ്രീക്വൻസിയാണത്. പിന്നെ പറഞ്ഞത് ആണ് നമ്മുടെ മോഡ് തിയർ. മോഡ് തിയറിൽ 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട്, പിന്നെ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക്കും ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു ലൈറ്റ് വേവ് നമ്മൾ റേക്ക് പകരം ഒരു മോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിൽ നമ്മൾ ലൈറ്റിൻ്റെ പ്രോപ്പഗേഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് OFCയിൽ 2 തരത്തിലാണ് പ്രോപ്പഗേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് പറഞ്ഞത്. ഒന്ന് റേ തിയറി, ഒന്ന് മോഡ് തിയറി. ഓക്കെ, താങ്ക് യു.